അപ്പോസ്തല പ്രവൃത്തികൾ 17, 24, 25 വാക്യങ്ങൾ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ അതിഗംഭീരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ചില വരികളാണ് ഈ വാക്യങ്ങൾ. പുരാതന കാലത്തെ തത്വചിന്തയുടെ തറവാടായ ഗ്രീസിലെ ഏഥൻസിലെ ഗിരിമുകളിലെ പ്രസംഗപീഠത്തിൽ നിന്ന് അവതരിപ്പിച്ച ഈ പ്രസംഗം ഒരു മനോഹരമായ തത്വചിന്തകൻ്റെ എല്ലാ അവതരണ വിശേഷതകളും ഉൾക്കൊള്ളുന്നു. അപ്പോൾ തന്നെ തത്വചിന്തയ്ക്കും അതീതമായ ആത്മീയ ചിന്തയുടെ പ്രായോഗിക ജ്ഞാനവും അതിൽ കാണാം. ദൈവത്തിന് എന്തുകൊണ്ടൊരു മന്ദിരം ആവശ്യമില്ലെന്ന് ഇതിൽ പൗലോസ് അപ്പോസ്തലൻ കാരണസഹിതം വ്യക്തമാക്കുന്നു. പ്രപഞ്ചത്തെയാകെ ഉണ്ടാക്കിയ ദൈവം അതിനെപ്പോലും തൻ്റെ ക്ഷേത്രമാക്കുന്നില്ല. അതിനും നാഥനാകിയാൽ ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സൃഷ്ടിയും അണ്ടകടാഹത്തിലില്ല. അങ്ങനെയെങ്കിൽ തനിക്ക് പാർക്കാൻ ഒരു ആലയമുണ്ടാക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുമോ? ദൈവം ആവശ്യപ്പെടാതെ ദൈവത്തിന് എന്ന പേരിലൊരു മന്ദിരം മെനഞ്ഞാൽ ദൈവം അതിൽ വസിക്കുമോ? ഒരിക്കലുമില്ല. മനുഷ്യരായ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കൂടാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതിൽ ദൈവമെന്ന പേരിൽ ഏതെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അത് സർവ്വവ്യാപിയായ ദൈവത്തെ ഇകഴ്ത്തുന്നതിന് തുല്യമാണ്. ഈ വലിയ ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ മനുഷ്യരുടെ കൈകളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ കാത്തിരിക്കുന്നുമില്ല. ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ അത് കൊടുക്കുന്നതിന് മുൻപേ ദൈവത്തിൻ്റേത് തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. നാം പ്രവർത്തിച്ചില്ലെങ്കിലും ദൈവത്തിന് യാതൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. ആകയാൽ ജീവൻ നൽകിയ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സേവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.